ഈശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാൻ 1:1. മനുഷ്യർ ദൈവത്തെ അറിയുന്നതിനും അവിടുത്തെ തിരുവിഷ്ടമനുസരിച്ച് ജീവിക്കുന്നതിനും വേണ്ടി പഴയ നിയമത്തിൽ 10 വചനങ്ങൾ അഥവാ കൽപ്പനകൾ ദൈവം മോശയ്ക്ക് നൽകി. എന്നാൽ പുതിയ നിയമത്തിൽ മാംസവും രക്തവും വികാരങ്ങളും ബലഹീനതകളുമുള്ള ക്രിസ്തുവായി ദൈവം അവതരിച്ചു. പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിക്കുന്നു. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 1-2 വചനങ്ങൾ. രണ്ടാം വത്തിക്കാൻ സിനോദോസ് പറയുന്നു, പ്രാർത്ഥിക്കുമ്പോൾ നാം ദൈവവുമായി സംസാരിക്കുന്നു, എന്നാൽ ദിവ്യവചനങ്ങൾ വായിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്നു. ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണ്, മനുഷ്യൻ്റെ വാക്കുകളിൽ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനത്തിന് ചെവി കൊടുക്കുന്നവരാവണം നാം. വചനമെന്നത് മനസ്സിൻ്റെയും ചിന്തയുടെയും പ്രകാശനമാണ്. വെളിപാട് 8:26 വചനം ഇങ്ങനെ പറയുന്നു, ആരെങ്കിലും എൻ്റെ വചനം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരുമെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്യുന്നു. ദൈവവചനം നാം ഹൃദയം കൊണ്ട് സ്വീകരിക്കണം. ദൈവവചനം നമ്മുടെ അടയാളമായിരിക്കണം. സദാ നമ്മൾ ദൈവത്തിൻ്റെ വചനം മനസ്സിൽ സൂക്ഷിക്കുകയും സംസാരിക്കുകയും മക്കളെ അത് പഠിപ്പിക്കുകയും വേണം. നമ്മുടെ വീടുകളിലെ കട്ടിളക്കാലുകളിലും പടികളിലും അവ രേഖപ്പെടുത്തണം. നിയമാവർത്തന പുസ്തകം 11-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലാണ് വളരെ മനോഹരമായി ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചും അനുദിന ജീവിതത്തിലെ ഉപയോഗത്തെക്കുറിച്ചും നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവവചനം അനേകം പാപികളെ മാനസാന്തരപ്പെടുത്തി വിശുദ്ധരാക്കിയിട്ടുണ്ട്. അനേകം സാധാരണക്കാരെ സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ദൈവവചന മാതൃകകളായി വളർത്തിയെടുത്തിട്ടുണ്ട്. ദൈവവചനത്തിന് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനമുണ്ട്. ദൈവവചന ഭക്തി നമ്മുടെ ഏറ്റവും വലിയ ഭക്താനുഷ്ഠാനമായി മാറണം. നമ്മുടെ കർത്താവിൻ്റെ തിരുശരീരത്തെ വണങ്ങുന്നത് പോലെ തന്നെ ക്രിസ്ത്യാനികളായ നാം വിശുദ്ധ ഗ്രന്ഥത്തെയും വണങ്ങണം എന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവവചനത്തിൽ നിന്നും ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ജീവനുള്ളതാക്കുവാനും ബലദായകമാക്കുവാനും നമുക്ക് പ്രയത്നിക്കാം. ഈ വചന ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ട് ഈ കൊച്ചു സന്ദേശങ്ങൾ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ വായിക്കുന്ന വചനങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനും ആത്മാവിനെ പ്രചോദിപ്പിക്കുവാനും ദൈവത്തിൻ്റെ വചനത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹീശോയെ, അങ്ങയുടെ വചനങ്ങൾ പാലിച്ചുകൊണ്ട് അങ്ങയുടെ വചനം പ്രഘോഷിച്ചുകൊണ്ട് സ്വയം വിശദീകരിക്കാനും മറ്റുള്ളവരെ വിശദീകരിക്കുവാനും വേണ്ട കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശു ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.